സഹോദരങ്ങളെല്ലാവരും അല്പസമയം ഇരിക്കും. വെള്ളിയാഴ്ച രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല. കുറഞ്ഞ സമയം ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി എല്ലാവരും ഇരിക്കും ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم السواك مطهرة للفم ومرضاة للرب. روى البخاري في صحيحه. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അസ്സിവാക്കു മിസ്വാക്ക് ചെയ്യൽ, ദന്തശുദ്ധീകരണം, മത്ഹറത്തുൻ ലിൽ ഫമി അത് വായയെ വൃത്തിയാക്കുന്നതും, മർദാത്തുൻ ലിർ റബ്ബി തന്റെ റബ്ബിനെ സന്തോഷിപ്പിക്കുന്നതുമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെറിയൊരു ഹദീസാണ്. ദന്തശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് മിസ്വാക്കുമായി ബന്ധപ്പെട്ടുള്ള വളരെ ചെറിയൊരു ഹദീസ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. നമുക്കറിയാം, ശുദ്ധിയുടെയും വൃത്തിയുടെയും വിഷയത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രേരിപ്പിച്ച ഒരു കാര്യമാണ് മിസ്വാക്ക് എന്നുള്ളത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലൊരു സാഹചര്യത്തിൽ പറഞ്ഞു, എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുമോ എന്ന ഒരു ചിന്ത എനിക്കില്ലായിരുന്നുവെങ്കിൽ, എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുമോ എന്ന ഒരു ചിന്ത എനിക്കില്ലായിരുന്നുവെങ്കിൽ എല്ലാ നമസ്കാരത്തിന്റെ സമയത്തും മിസ്വാക്ക് ചെയ്യൽ ഞാൻ ഫർളാക്കുമായിരുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹർ, അസർ, മഗ്രിബ്, ഇശാ എന്നീ സമയങ്ങളിൽ 5 വഖത്തിനും ഫർള് നമസ്കാരം പോലെ മിസ്വാക്കും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർബന്ധമാക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് മിസ്വാക്ക്, ദന്തശുദ്ധീകരണം. ഇവിടെ മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അസ്സിവാക്കു ദന്തശുദ്ധീകരണം എന്ന വാചകത്താൽ നമുക്കറിയാം, പഴയ കാലഘട്ടത്തിൽ മരത്തിന്റെ ഇല കൊണ്ടും വൃക്ഷത്തിന്റെയും അതുപോലെ മിസ്വാക്കിന്റെ അറാക്കിന്റെ ബ്രഷ് കൊണ്ടാണ് ആളുകൾ പല്ല് വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. നൂതന സംവിധാനങ്ങളൊക്കെ വർത്തമാന കാലഘട്ടത്തിൽ അധികരിച്ചു. ബ്രഷും ടങ് ക്ലീനറും ടൂത്ത് പേസ്റ്റും. ചില പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഇതെല്ലാം അധികരിച്ചെങ്കിലും, ഇത്രത്തോളം സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താകുന്ന അറാക്കിനെ ഉപയോഗിക്കൽ അത് വലിയ പ്രതിഫലത്തിന് കാരണമാണെന്ന് മുഹദ്ദിസീങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വൃക്ഷമാണ് അറാക്കിന്റെ വൃക്ഷം എന്ന് പറയുന്നത്, ഒരുപാട് മേന്മയുള്ള. അത് മാത്രമല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട സുന്നത്തും കൂടിയാണ്. ഈ അറാക്കിന്റെ വൃക്ഷം നമ്മൾ പറയും, ഇന്നിപ്പോ ആധുനിക കാലഘട്ടമാണ്, അന്ന് ബ്രഷും ടൂത്ത് പേസ്റ്റും ടങ് ക്ലീനറും ഒന്നും ഇല്ലാത്തതിനാൽ നബി തങ്ങൾ അത് ഉപയോഗിച്ചു. ഇന്നിപ്പോ ബ്രഷും മറ്റുമൊക്കെ ഉണ്ടല്ലോ, നമ്മളത് ഉപയോഗിക്കേണ്ട കാര്യമില്ല, ബ്രഷ് ഉപയോഗിക്കാൻ പല്ല് തേക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ പറയും. പക്ഷെ നമ്മൾ 2 വശം ചിന്തിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ഈന്തപ്പന വൃക്ഷം ഉണ്ടായിരുന്നു, ഒലിവ് വൃക്ഷം, ഹദീസിലൊക്കെ പ്രധാനപ്പെട്ട സവിശേഷതയുള്ള വൃക്ഷങ്ങളായി പറയപ്പെട്ടിട്ടുള്ള ഇത്തരം വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും നബി തങ്ങൾ അറാക്കിന്റെ ആ കമ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട സുന്നത്താണ്. കുറെ പ്രത്യേകതകൾ അതിനുള്ളതിന്റെ പേരിലാണ്. പ്രത്യേകിച്ച് അതിന്റെ നാരുകൾ അത് ബ്രഷ് പോലെ രൂപപ്പെട്ട് വരുന്നതാണ്. ഇത് സുലഭമായിട്ട് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും. അതിനെ പാക്കറ്റ് ചെയ്ത് വൃത്തിയായിട്ട് അറാക്കിന്റെ ആ ഒരു കമ്പ് നമുക്ക് വാങ്ങിച്ച് പല്ല് തേക്കാൻ വേണ്ടി സാധിക്കും. 1-2 ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, നമുക്കറിയാം, പഴയ കാലഘട്ടങ്ങളിൽ ഇന്ന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഹയ്യാല സ്വല എന്ന് പറയുമ്പോൾ വലത്തോട്ട് തിരിയും, ഹയ്യാലൽ ഫല എന്ന് പറയുമ്പോൾ ഇടത്തേക്ക് തിരിയും. യഥാർത്ഥത്തിൽ അന്ന് ഈ മൈക്കും സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ എല്ലാ പ്രദേശത്തേക്കും ശബ്ദം എത്താൻ വേണ്ടിയായിരുന്നു വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞ്, അന്ന് ഈ സൗമഅത്ത് എന്ന് പറയും, കൂടാരമാണ്, ബാങ്ക് മേടയാണ്. ബാങ്ക് മേടയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ശബ്ദം പുറത്തേക്ക് കളയും, ഇടത്തോട്ട് ഹയ്യാലൽ ഫല എന്ന് പറഞ്ഞ് ശബ്ദം വെളിയിലേക്ക് ഇടത്തെ പ്രദേശത്തേക്ക് കളയും. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലേക്ക് ശബ്ദം എത്തും.
ഇന്നിപ്പോ ഈ മൈക്കും സംവിധാനങ്ങളും ഒക്കെ വന്ന സ്ഥിതിക്ക് അതിന്റെ ഒരു ആവശ്യമുണ്ടോ ഒരു ചോദ്യം ന്യായമായ ചോദ്യമാണ്. പക്ഷേ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നബിതങ്ങളുടെ സുന്നത്താണ്, നബിതങ്ങൾ അങ്ങനെ ചെയ്തു, അതിന്റെ പേരിൽ ചെയ്താൽ എനിക്കും പ്രതിഫലമുണ്ട് എന്ന വിശ്വാസത്തിൽ ഒരു മുസ്ലിം വിശ്വാസികൾ ചെയ്താൽ അതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് മുഹദ്ദിസീങ്ങൾ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് മൈക്കിന്റെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും നമ്മൾ വലത്തോട്ടും ഇടത്തോട്ടും തിരിയുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഉദാഹരണം ടൂത്ത് പേസ്റ്റും ടങ് ക്ലീനറും ബ്രഷും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അറാക്കിന്റെ ആ ഒരു കമ്പ് കൊണ്ട് നമ്മൾ പല്ല് തേക്കൽ നബിതങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിച്ചതിന്റെ കൂലിയാണെന്ന് മുഹദ്ദിസീങ്ങൾ പഠിക്കും. ഒരു ഉദാഹരണത്തിന് പറഞ്ഞത് മാത്രം. ഒരുപാട് മേന്മയുള്ള, പ്രത്യേകിച്ച് വായയെ ശുദ്ധിയാക്ക പ്രകൃതിദത്ത ഓയിലും അതുപോലെ ആന്റി ബാക്ടീരിയകൾ ഘടകങ്ങളൊക്കെ ഉള്ള ഒരു പ്രത്യേക വൃക്ഷമാണ് ഈ അറാക്കിന്റെ വൃക്ഷം എന്ന് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, സൗദി അറേബ്യ പോലെയുള്ള യമൻ, ഒമാൻ, അതുപോലെ തന്നെ പാകിസ്ഥാന്റെ സ്ഥലങ്ങളിൽ, നമ്മുടെ ഇന്ത്യയുടെ തന്നെ മരുപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം വൃക്ഷമാണ് അറാക്കിന്റെ വൃക്ഷം എന്ന് പറയുന്നത്. അതിന്റെ കമ്പ്, നാരുകൾ അടങ്ങിയിട്ടുള്ള കമ്പ് നമ്മുടെ വായയെ ശുദ്ധീകരിക്കുമ്പോൾ ഒരുപാട് ബാക്ടീരിയകളെ പുറന്തള്ളുകയും അതുപോലെ തന്നെ നമ്മുടെ വായ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഒരുപാട് ആരോഗ്യപരമായ സവിശേഷതകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന് വേണ്ടിയാണ്, അല്ലേ? നമസ്കരിക്കുന്ന ഒരുപാട് ആരോഗ്യ സവിശേഷതകളുണ്ട്. നമസ്കാരത്തിന്റെ സുജൂദ് എന്ന് പറയുന്നത് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഏറ്റവും കൂടുതൽ തലയ്ക്ക് ആരോഗ്യമുണ്ടാക്കുന്ന, ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന സംവിധാന നിസ്കാരം എന്നുള്ളത്. അതുപോലെ തന്നെ നോമ്പ് പിടിക്കൽ, അതുപോലെ തന്നെ നിന്ന് മൂത്രം ഒഴിക്കാതിരിക്കുക എന്നുള്ളത് ഒരുപാട് രോഗങ്ങളെ തൊട്ട് തടയും. ഇരുന്ന് വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരുപാട് ആരോഗ്യ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇത് ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിതങ്ങൾ ചെയ്തതിന്റെ പേരിൽ ഞാനും ചെയ്തു. എന്തിനാ ഇരുന്ന് വെള്ളം കുടിക്കുന്നത്? എന്റെ നബിതങ്ങൾ എന്നെ അങ്ങനെയാ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തിനാ നമസ്കരിക്കുന്നത്? അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചു. അതുപോലെ തന്നെ എന്തിനാ മിസ്വാക്ക് ചെയ്യുന്നത്? ആരോഗ്യമുണ്ടാകും, ബാക്ടീരിയകളൊക്കെ പോകും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിന്റെ പേര് സുന്നത്തിനെ ഹയാത്താക്കുകയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, സഹാബാക്കൾ പറയുന്നു, ഒരുപാട് വൃക്ഷങ്ങൾ, സവിശേഷതകളുള്ള വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും കുന്തു അറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്താഖു മിൻ അറാഖിൻ, ആ അറാഖിന്റെ കമ്പ് കൊണ്ട് മാത്രമേ അല്ലാഹു റസൂൽ പല്ല് തേച്ചിരുന്നുള്ളൂ. അറാഖിന്റെ പല്ലുകൊണ്ട് മാത്രം. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അവസാന കാലഘട്ടമാകുമ്പോൾ പരീക്ഷണങ്ങളൊക്കെ അധികരിക്കും. ഒരുപാട് പരീക്ഷണങ്ങളും ഫിത്നകളൊക്കെ പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് ഒരു സുന്നത്തിനെ ഹയാത്താക്കൽ 50 പേരുടെ പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് കേട്ടപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, 50 പേര് എന്നുള്ളത് ഞങ്ങളിൽപ്പെട്ടവരാണോ, വരാൻ പോകുന്ന ജനങ്ങളിൽപ്പെട്ടവരാണോ, അഥവാ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട 50 പേരാണോ, സഹാബാക്കളിൽപ്പെട്ട 50 പേരാണോ എന്ന് സഹാബികൾ ചോദിച്ചു. അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങളിൽപ്പെട്ട സഹാബാക്കൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചവരാണ്. സഹാബാക്കളിൽപ്പെട്ട 50 പേർ, അഥവാ നമ്മളൊരു മിസ്വാക്ക് ചെയ്യുമ്പോൾ 50 സഹാബാക്കൾ മിസ്വാക്ക് ചെയ്തതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് വെറുതെ കിട്ടുന്നതല്ലല്ലോ, ആഖിറത്തിൽ ഇതൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യം. മരിക്കുമെന്നും മരണശേഷം സ്വർഗമുണ്ടെന്നും പ്രതിഫലങ്ങൾ അണുകിട മുറിയാതെ കിട്ടുമെന്നും വിശ്വസിക്കുന്നവരാ നമ്മള്. അതുകൊണ്ട് തന്നെ മത്സരിക്കുക ഈ വിഷയത്തിൽ. അതുപോലെ തന്നെ അടുത്ത ഹദീസിന്റെ ബാക്കി ഭാഗമാണ് മത്ഹറത്തുൽ ലിൽ ഫം മർദാത്തുൽ ലിറബ്ബ്. നമ്മുടെ വായ ശുദ്ധീകരിക്കും. ഒരു പ്രത്യേക വാചകമാണിത്. നമ്മുടെ വായ ശുദ്ധീകരിക്കും, അള്ളാഹുവിനെ സന്തോഷിപ്പിക്കും. അള്ളാഹുവിനെ ഒരൊറ്റ കാര്യം പറയുന്നതോടുകൂടി ഇതിന്റെ സവിശേഷത നമുക്ക് മനസ്സിലാകും. നമുക്കറിയാം, മലക്കുകളിൽ പ്രധാനപ്പെട്ട മലക്കാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഈ സംഭവം പറയുമ്പോൾ ഇതിന്റെ ഇമ്പോർട്ടന്റ് മനസ്സിലാകും. എന്താണ് മിസ്വാക്കിന്റെ സവിശേഷത? മലക്കുകളുടെ പ്രധാനപ്പെട്ട നേതാവാണ്, ജേതാവാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹുവിൽ നിന്നുള്ള വഹയിനെ കൃത്യമായിട്ട് നബിതങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യമാണ് ജിബ്രീലിനുള്ളത് അലൈഹിസ്സലാത്തു വസ്സലാം. നീണ്ട 23 വർഷക്കാലം, 40ാമത്തെ വയസ്സ് മുതൽ 63 വർഷം വരെ ജീവിതത്തിന്റെ പല സമയങ്ങളിൽ വഹയുമായി വന്ന ഒരു മലക്കാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. നബിതങ്ങൾ പറയുന്ന ഒരു ഹദീസ് ശ്രദ്ധിച്ചോ, മാ ജാഅനി ജിബ്രീലു അലൈഹിസ്സലാം ഖത്തു ഇല്ലാ അമറനി ബിസ്സിവാക്കി. ഈ 23 വർഷക്കാലം ജിബ്രീൽ എപ്പോ എന്റെ അടുക്കൽ വന്നിട്ടുണ്ടോ,
വിശുദ്ധ ഖുർആനുമായിട്ടാണല്ലോ വരുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി മുതൽ തുടങ്ങി സൂറത്തുൻ നാസ് വരെയുള്ള അവസാനം ഇറങ്ങിയ സൂറത്ത് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹാണ്. ഈ സൂറത്ത് ഇറങ്ങുന്നതിനിടയിൽ പലതവണ 1000, 2000 അതിലൊക്കെ ഏറെ തവണ ജിബ്രീൽ എന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. വരുമ്പോഴൊക്കെ ജിബ്രീൽ തിരിച്ചു പോകുമ്പോ പറയാൻ മറക്കാത്തൊരു കാര്യമുണ്ട്. അതെന്തെന്നറിയാമോ? അമറഹും ബിസ്വാക്ക്. അല്ലാഹുവിന്റെ റസൂലേ, പല്ല് തേക്കണം കേട്ടോ, മിസ്വാക്ക് ചെയ്യണം കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വിശുദ്ധ ഖുർആൻ സഹീഹായ ഹദീസ്, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ 23 വർഷക്കാലം ജിബ്രീൽ എന്റെ അടുക്കൽ വന്നിട്ട് പിരിഞ്ഞു പോകുമ്പോ മറക്കാതെ എന്നോട് പറയുന്ന ഒരു കാര്യം, പല്ല് തേക്കണം. അമറനീ ബിസ്വാക്ക്. നബി തങ്ങൾ പറയുക, അങ്ങനെ പറഞ്ഞ് 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 എന്നെ കൊണ്ട് മിസ്വാക്ക് ചെയ്യിപ്പിച്ച് ലഖദ് ഖശീതു അൻ ഉഹ്ഫിയ മുഖദ്ദമ ഫിയ, എന്റെ വായുടെ മുൻവശം പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മിസ്വാക്ക് ചെയ്ത് 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 എന്റെ വായ, ജിബ്രീൽ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് ആരുടെ ഉത്തരവായിരിക്കും? തീർച്ചയായും അള്ളാഹുവിന്റെ ഉത്തരവാ. അപ്പൊ നമ്മുടെ വായുടെ സുഗന്ധം അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടല്ലേ ഉള്ളി കരിച്ച ആള് പള്ളി, കണ്ണ് കാണാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പള്ളിയിൽ വരാൻ പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഉള്ളി കടിച്ചിട്ട് പള്ളി വരാൻ പാടില്ല എന്ന്. ജന്മന അന്ധനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കണ്ണ് കണ്ടില്ല എങ്കിൽ പോലും കയറ് കെട്ടി പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിന് എത്തണം എന്ന് പറഞ്ഞ പ്രവാചകൻ പറയുകയാണ്, ഉള്ളി കരിച്ചെങ്കിൽ വാ കഴുവാതെ പള്ളിയിൽ വരാൻ പാടില്ല. അപ്പൊ വായുടെ ദുർഗന്ധം അത് ഒരു പക്ഷേ നമ്മുടെ അമലുകളുടെ സ്വീകാര്യതയ്ക്ക് തടയപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും നമ്മൾ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഈ ഒരു ഹദീസിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങളുടെ അടുക്കൽ വന്നത് നമസ്കാരത്തെക്കുറിച്ച് അറിയിക്കാനാ, നോമ്പിനെ കുറിച്ച് അറിയിക്കാനാ, ഹജ്ജിനെ കുറിച്ച് അറിയിക്കാനാ. അപ്പൊ ഈ ഹജ്ജ് ചെയ്യുമ്പോ, നമസ്കാരത്തിന് വേണ്ടി ഇറങ്ങുമ്പോ മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാണ്. അമലുകളെ കുറിച്ച് അറിയിക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമലുകൾ ചെയ്യുമ്പോൾ പിന്നെ എന്തായാലും മിസ്വാക്ക് ചെയ്തേ പറ്റുകയുള്ളൂ. നമസ്കാരത്തെ കുറിച്ച് അറിയിക്കാൻ വന്നപ്പോൾ നബി തങ്ങളോട് പറഞ്ഞു, പ്രവാചകർ അങ്ങ് മിസ്വാക്ക് ചെയ്യണം എപ്പോഴും. അപ്പൊ നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പോ നമ്മൾ മിസ്വാക്ക് ചെയ്തിരിക്കണം. അമൽ ചെയ്യാൻ വേണ്ടി ഒരു 5 കാര്യങ്ങൾ പറയാം, ശ്രദ്ധിക്കുക. ഹുനാക ഖംസത്ത് മവാദിഅ യകൂനു ഫീഹാ തൻദീഫുൽ അസ്നാനി മുഹിമ്മൻ ജിദ്ദൻ. 5 സമയങ്ങളിൽ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അമൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വെറുതെ അങ്ങ് കേട്ടിട്ട് പോകുക എന്നതിലുപരി ഒരറിവ് പഠിക്കുന്നത് 1000 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂലിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാന് പോലെ നമ്മൾ എക്സ്ട്രാ നമസ്കരിക്കുന്ന തറാവീഹ് 20 റക്അത്താ. സങ്കല്പിക്കാൻ പറ്റും 1000 റക്അത്ത് ഒരൊറ്റ. അതല്ലേ ആലിമീങ്ങളുടെയും ഇൽമിന്റെയൊക്കെ മഹത്വം. ഒരു അറിവ് പഠിക്കുന്നത് 1000 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂലിയാ. അല്ലാഹു അമൽ 5 സ്ഥലങ്ങളിൽ മിസ്വാക്ക് ഇന്ന് മുതൽ നമ്മൾ ചെയ്തിരിക്കണം. 1, ഖബലൽ വുദൂഇ, വുദൂഇന് മുമ്പ് സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പറ്റുമെങ്കിൽ അറാക്ക് വാങ്ങിച്ച്, എവിടെയൊക്കെ സുലഭമായിട്ട് കിട്ടുമല്ലോ, അത് അറാക്ക് വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പല്ല് വൃത്തിയാക്കി മിസ്വാക്ക് ചെയ്യുക, വലിയ പ്രതിഫലമാണ്. വുദൂഇന് മുമ്പ്. 2, ഇൻദൽ ഖിയാമി ഇല സ്വലാത്തി, നമസ്കാരത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ. നബിതങ്ങളുടെ ശൈലി പള്ളിയിലേക്ക് കയറാൻ വേണ്ടി വുദു എടുക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യും. അത് കൂടാതെ നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പും മിസ്വാക്ക് ചെയ്യും. നമസ്കാരത്തിൽ ഇക്കാമത്ത് കൊടുക്കുമല്ലോ, ഇക്കാമത്തിന് തൊട്ട് മുമ്പ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു ചെയ്തിട്ടായിരിക്കും ആ സഫിൽ വന്ന് നിൽക്കുന്നത്. പണ്ഡിതന്മാര് പറയും, നിങ്ങൾക്ക് അത് സാധിക്കുന്നില്ല എങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്, മിസ്വാക്ക് പോക്കറ്റ് കിട്ടേക്കുക. ഇക്കാമത്ത് കൊടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അതെടുത്ത് അതിന്റെ നാരുകൾ എടുത്ത് ഒന്ന് പല്ലുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് സുന്നത്തിനെ ഹയാത്താക്കാൻ പറ്റും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുക. ആ ഒരു സുന്നത്തിനെ മുറുകെ പിടിക്കാൻ നമുക്ക് പറ്റും. 3, വഖ്ത തിലാവത്തിൽ ഖുർആനിൽ കരീം. എപ്പോ വിശുദ്ധ ഖുർആൻ എടുത്താലും നമ്മുടെ വായ ശുദ്ധീകരിച്ചതിന് ശേഷം വേണം ഖുർആൻ എടുത്ത് നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ. ഇത് തങ്ങളുടെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുപോലെ ഹീനൽ ഇസ്തിഖാദ് മിനൻ നൗം, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സമയത്ത് നമ്മൾ ചില ആളുകള് സുബഹി നമസ്കരിക്കാൻ വേണ്ടി, ചില ആളുകൾ കണ്ടിട്ടുള്ള ചില ആളുകളുടെ പ്രവൃത്തി, സുബഹി രാവിലെ എഴുന്നേൽക്കും, എഴുന്നേറ്റിട്ട് വുദു ചെയ്ത് പള്ളിയിലേക്ക് വരും. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടാണ് പോയി പല്ല് തേച്ച് ചായ കുടിക്കുന്നത്. നമ്മുടെ ആ വായുടെ ദുർഗന്ധം കാരണം മലക്കുകൾ അടുക്കില്ല എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് വൃത്തിയായി വുദു എടുത്തിട്ട് വന്ന് സുബഹിൻ സുന്നത്തും മറ്റമലുകളിൽ ഏർപ്പെടണം. ഇത് നമസ്കാരം എല്ലാം കഴിഞ്ഞ് പോയി പല്ല് തേച്ച് ചായ കുടിക്കുന്ന ഒരു ശൈലി അത് നമ്മൾ മാറ്റണം. അധികം ആളുകളിലും ഇന്ന് കണ്ടുവരുന്നുണ്ട്. അതുപോലെ ഇൻദ വുജൂദി റായിഹത്തിൻ കരീഹത്തിൻ ഫിൽ ഫം, വായയിൽ ദുർഗന്ധം ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകമായിട്ട് മിസ്വാക്ക് ചെയ്യണം. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, ആയിഷ
റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, ആയിഷ, നബിതങ്ങൾ വീട്ടിലേക്ക് കയറി വന്നാൽ ആദ്യം ചെയ്യുന്ന പണി എന്താന്ന് ചോദിച്ചു. നബിതങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോ ആദ്യം ചെയ്യുന്ന പണി എന്താ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ ഭർത്താവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നാൽ ആദ്യം ചെയ്യുന്ന പണി പല്ല് തേക്കലായിരുന്നു. പ്രധാനപ്പെട്ട ജോലിയാ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവസാനമായിട്ട് ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതാ. അർബഉം മിൻ സുനനിൽ മുർസലീൻ, മുഴുവൻ അമ്പിയാക്കളുണ്ടല്ലോ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നൂഹ്, ഈസ, മൂസ, ദാവൂദ്, സുലൈമാൻ, യൂസുഫ്, ഇങ്ങനെ തുടങ്ങി നബിതങ്ങൾ വരെ നിലനിൽക്കുന്ന മുഴുവൻ അമ്പിയ മുർസലീങ്ങളുടെയും പ്രധാനപ്പെട്ട സുന്നത്ത് 4 കാര്യങ്ങളാ. 1 അൽ ഹയാഉ, ലജ്ജ. 2 തഅത്തുറുൻ, സുഗന്ധം പൂശൽ, സുഗന്ധം, എപ്പോഴും സുഗന്ധത്താൽ ഒരു മുഖരിതമായിരുന്നു. 3ാമത്തെ കാര്യം അസിവാക്കു, പല്ല് തേക്കൽ. 4 അന്നിക്കാഹു, കല്യാണം കഴിക്കൽ. ഇത് പ്രവാചകന്മാരുടെ ചര്യയാണ് ഈ 4 കാര്യങ്ങൾ. ഒറ്റ ഹദീസ് കൂടി പറയുക. നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ് എന്തിനുള്ളത്? ജമാഅത്ത് നമസ്കാരത്തിനുള്ളത്. സഹിഹായ ഹദീസ് നമ്മൾ കേട്ടിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്ത് നമസ്കാരത്തിനുള്ളത്. എന്നാൽ നബിതങ്ങൾ പറയുന്നു, മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള നമസ്കാരം മിസ്വാക്ക് ചെയ്യാത്ത നമസ്കാരത്തെക്കാൾ 70 ഇരട്ടി പ്രതിഫലമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ കണക്കൊന്ന് പരിശോധിച്ച് ഒരു കണക്ക് ഞാൻ എഴുതി നോക്കിയതാ. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിന് 100 പ്രതിഫലം എന്ന് കണക്കാക്കുക. ഉദാഹരണത്തിന് എത്ര പ്രതിഫലം നമുക്ക് അറിയത്തില്ല, ഞാനൊന്ന് ചുമ്മാ കണക്കെഴുതി രേഖപ്പെടുത്തിയ. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവന് 100 പ്രതിഫലം, ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നവന് ഗുണിക്കുകയാണെങ്കിൽ 2700 പ്രതിഫലം. എന്നാൽ മിസ്വാക്ക് ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്നവന് 1,89,000 പ്രതിഫലം. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നവന് 2700 പ്രതിഫലമാണെങ്കിൽ മിസ്വാക്ക് ചെയ്തിട്ടുമെന്ന് ഒന്നുമില്ലെങ്കിൽ വിരൽ കൊണ്ടുപോലും അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ആക്കണം. അതിന്റെ ആ ഒരു സുന്നത്തിനെ ഹയാത്താക്കാൻ വേണ്ടി ജമാഅത്തായി മിസ്വാക്ക് ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്ന 1,89,000 പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് നബിതങ്ങളുടെ ഹദീസ് പഠിപ്പിക്കുകയാണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരൻ, നമ്മൾ എടുക്കുന്ന ക്ലാസ് നമ്മളത് ജീവിതത്തിൽ കൊണ്ടുവരിക. ഞാൻ പറഞ്ഞല്ലോ, വെറുതെ കേട്ടിട്ട് എഴുന്നേറ്റ് പോകുന്നതിലുപരി ജീവിതത്തിൽ കൊണ്ടുവന്ന് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു പുതിയ മാസം തുടങ്ങിയിരിക്കുകയാണ്, ഡിസംബർ മാസം തുടങ്ങിയിരിക്കുകയാണ്. ഇനി മുതൽ ഇൻഷാ അല്ലാഹ് ഈ 4 ആഴ്ചകളിൽ 4 വ്യാഴാഴ്ച നമുക്ക് കിട്ടാറുള്ളത്. ആദ്യത്തെ വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബയുടെ സദസ്സായിരിക്കും ഇവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് മാർക്കറ്റും കമ്പോളവും ഒക്കെയാണ്. അറിഞ്ഞോ അറിയാതെയൊക്കെ പാപങ്ങൾ നമ്മളിൽ വന്നു ചേരും. ഇന്ന് കച്ചവടമൊക്കെ നമുക്കറിയാമല്ലോ, സമൂഹത്തിന്റെ, നാടിന്റെ, നമ്മുടെ കൂട്ടുകാരുടെ, നമ്മുടെ പോലും അവസ്ഥ. കച്ചവടം ഇല്ല, ലാഭമില്ല, ആകെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെയാണ്. കാര്യമായിട്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ എല്ലാവരും ഇൻഷാ അല്ലാഹ് പങ്കെടുത്ത് ഈ പറഞ്ഞ 5, 6, 7, 10 മിനിറ്റിനകം നമുക്ക് തൗബയെ കുറിച്ച് സംസാരിച്ച് തൗബ ചെയ്ത് ദുആ ചെയ്ത് പിരിയുന്ന ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച, അതിനുശേഷമുള്ള 3 വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മൾ സാധാരണ നടത്തുന്ന പോലെ ക്ലാസ് അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇത് കൃത്യമായിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലൈഹി നബിയിൽ കരീം ബിറഹ്മതിക യാ അർഹമർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.